മലപ്പുറത്ത് മഴക്കെടുതി രൂക്ഷമാണ്. തിരൂരങ്ങാടി പനമ്പുഴ റോഡിൽ 35ഓളം വീടുകളിൽ വെള്ളം കയറി. വെള്ളിലക്കാട് മേഖലയിൽ മണ്ണിടിഞ്ഞതോടെ വീടുകൾ തകർച്ചാ ഭീഷണിയിലായി. നാടുകാണിച്ചുരത്തിൽ റോഡിൽ വിള്ളൽ വീണു. കടലുണ്ടിപ്പുഴയോട് ചേർന്ന വെള്ളിലക്കാട് മേഖലയിൽ മണ്ണിടിഞ്ഞതോടെ 15ഓളം വീടുകൾ തകർച്ചയുടെ വക്കിലാണ്. കനത്ത മഴയിൽ മണ്ണ് കുതിർന്നാണ് വീടുകളുടെ മതിലടക്കം പുഴയിലേക്ക് പതിച്ചത്. ഇപ്പോൾ നിലവിൽ 32ഓളം വീടുകളിൽ ഇപ്പോൾ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭീതിയോട് കൂടിയാണ് നിൽക്കുന്നത്. കയറാത്ത വീടുകളൊക്കെ ഭീതിയോട് കൂടിയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കയറിയ വീടുകളൊക്കെ അവരുടെ ബന്ധുവീടുകളിലേക്കാണ് പോയിട്ടുള്ളത്. പനമ്പുഴ മേഖലയിൽ 35ഓളം വീടുകളിൽ വെള്ളം കയറി. 100ഓളം വീടുകൾ അപകട ഭീഷണിയിലാണ്. മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. നാടുകാണിച്ചുരത്തിൽ റോഡിലേക്ക് മരം വീണ് 1.5 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. എടവണ്ണ പത്തപ്പിരിയത്ത് വീട് തകർന്നു. കളരിക്കൽ ലക്ഷ്മിയുടെ വീടാണ് തകർന്നത്. കൂട്ടിലങ്ങാടിയിൽ കാടാമ്പുഴ റൂട്ടിൽ പഴമണ്ണൂർ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു. യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊണ്ടോട്ടി പെരുവള്ളൂർ കുന്നത്തുപറമ്പ് വെള്ളടാങ്കിന് സമീപം കുഴക്കയിൽ കുണ്ടിൽ മണ്ണിടിഞ്ഞു. 5 വീടുകൾ അപകട ഭീഷണിയിലാണ്. പ്രദേശത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു. എടക്കര പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മുപ്പിനി പാലം വെള്ളത്തിലായി. മലപ്പുറം നാടുകാണിച്ചുരത്തിലെ തണുപ്പൻ ചോലയിൽ റോഡിൽ വിള്ളൽ വീണു. പതിനഞ്ച് മീറ്റർ നീളത്തിലാണ് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. നിലമ്പൂരിൽ കനത്ത മഴ തുടരുകയാണ്. ഉൾവനത്തിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു നൽകി. 24 തിരൂർ.